കുറേ കാലത്തിന് ശേഷം ഒരു സ്പെഷ്യൽ സംഭവത്തിലോട്ട് പോവാണ്. കുറച്ച് പേര് അതിൽ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഫ്ലിപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെന്നുള്ളത്. ഞാൻ എറണാകുളത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നെടുക്കായിരുന്നു. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടുന്നാണ് ഞാൻ ഇത്തിരിയെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ജോബിന് കയറിയ ശേഷം റിസൈൻ ചെയ്തിട്ട് ഒരു 3 മാസം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിന്നു. കാരണം കുറേ കാലം പഠിക്കണം നീണ്ടു പോകാന്നല്ലാതെ പഠിക്കലില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി തന്നെ ഒരു ഹോസ്റ്റൽ എടുത്തിട്ട് കുറച്ച് പൈസ ലൈക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കിയിട്ട് കുറച്ച് പഠിച്ചു. ബട്ട് അധികം നിൽക്കാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം. പിന്നെ അതിന് മുന്നേ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തായാലും, പക്ഷേ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴായാലും ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല. കാരണം അത് നമുക്കൊരു ലിവിങ് ഇൻകം ആക്കൽ നടക്കൽ കാര്യമില്ല. ലൈക്ക് ഒരു ഷോർട്ട് ടേമിൽ എന്നാൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുമ്പോൾ പോവില്ല, അങ്ങനത്തെ ഒരു ഇതിൽ കുറച്ചൊക്കെ പഠിച്ചു തന്നെയുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും എറണാകുളത്തേക്ക് വന്ന സ്ഥിതിക്ക് എറണാകുളം ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ടൊന്നും പഠിക്കാനും പോകില്ല. ബട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം, കൗതുകം, അല്ലെങ്കിൽ ഒരു ടച്ച് വിട്ട് പോകാതിരിക്കാനുള്ള ഒരു ഇതിന് വേണ്ടി പോകണമെന്നുള്ള. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം രാജഗിരി കോളേജിലാണ്. ഇവിടെയാണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെന്നിട്ട് അവിടുത്തെ വർക്കൗട്ട് സംഭവങ്ങളാണ്. ഒരു കൊല്ലം മുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇപ്പോഴാണ് പോണത്. ഞാനത് ഫസ്റ്റ് ചെയ്തത് CA ഫൈനൽ പഠിക്കുന്നതിന് മുന്നേ ആയിരുന്നു. പക്ഷേ അന്ന് തൃശ്ശൂർ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ചെന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഓൾറെഡി എനിക്ക് ഭയങ്കര ദൂരമായിരുന്നു. പിന്നീട് അവിടുന്ന് ആ സ്ഥലം വീണ്ടും മാറ്റി പഠിക്കണത്. അപ്പോൾ എനിക്കത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മാസം 2 മാസത്തിൽ പോയിട്ട് പിന്നെ ഫൈനൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ബോഡി ഭയങ്കര വീക്കായിരുന്നു. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിനോടുള്ള ആഗ്രഹം വന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനെ പഠിപ്പ് എന്നുള്ള ആയതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ അധികം കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ പാസ്സായിട്ട് പഠിക്കാമെന്ന് വെച്ചു. കാരണം കയ്യിൽ പൈസ വരുമ്പോഴാണ് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ സ്വന്തം കൈ കൊണ്ട് ചെയ്യുമ്പോഴാണല്ലോ ലൈക്ക് അത് റെഡി ആകത്തുള്ളൂ. പിന്നെ വീട്ടുകാർക്കായാലും ആദ്യം തുടക്കത്തിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കായാലും എൻ്റെ പൈസയൊക്കെ ചെയ്യണം ആ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പാസ്സായതിന് ശേഷം ജോബിന് കയറിയിട്ടാണ് പിന്നീട് എറണാകുളത്ത് ഞാനിത് പഠിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അപ്പോഴായാലും ഈ ജോബിന് ശനി ഞായർ പോവും എന്നല്ലാതെ തിങ്കൾ തൊട്ട് വെള്ളി വരെ രാവിലെ വൈകുന്നേരം വരെ ഓഫീസിലിരിക്കാനായതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ജോബിൻ്റെ ഇടയിൽ ഭയങ്കര ടയേർഡാവും എന്നും ഡെയിലി എത്തുമ്പോൾ. അപ്പോൾ ഡെയിലി പോകാൻ പറ്റില്ല. പക്ഷേ ഞായർ പോകാനാണെങ്കിൽ ഡ്രസ്സ് അലക്കാനും വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് ചില ക്ലാസ്സുകളൊക്കെ മിസ്സാവും. ആകെ മൊത്തം ഒരു മെസ്ഡപ്പ് സിറ്റുവേഷൻ ആയിരുന്നു. ഇത് ജോബ് ഇറങ്ങിയതിന് ശേഷമാണ് ലൈക്ക് ഒരു 2 മാസം ഞാൻ ഇത് ഇങ്ങനെ നീണ്ടു പോയിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് പഠിക്കണം എന്നുള്ള രീതിയിൽ. അത് 3 മാസമാണ് പറ്റിയുള്ളൂ. അതിനും കൂടുതൽ നിൽക്കണം എന്നുണ്ടായിരുന്നു. കുറച്ച് സാഹചര്യങ്ങൾ കാരണം ലൈക്ക് അടുത്ത ഇൻകം സോഴ്സ് ഉണ്ടാക്കണം. പിന്നെ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് ഇതിന് വേണ്ടി മാത്രം ഒരു സ്ഥലത്ത് നിന്നിട്ട് പഠിക്കുക എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ കുറച്ച് പഠിച്ചു. എന്നിട്ട് ഭയങ്കര കാട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പഠിച്ചു. എന്നിട്ട് അത് 2024 ഫെബ്രുവരി ടൈമിലൊക്കെയാണ്. എന്നിട്ട് പിന്നീട് വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് പിന്നെ ടീച്ചിങ്ങിൻ്റെ ഓരോ കാര്യം സെറ്റാക്കിയായിരുന്നു. അപ്പോഴും ഇതിൻ്റെ ആ ടച്ച് വിട്ടു പോയി. കാരണം ഫെബ്രുവരി പഠിച്ച് കഴിഞ്ഞിട്ട് 2024. എന്നിട്ട് ഇപ്പോഴാണ് 2025. ഇപ്പോൾ ഏതാ മെയ് മാസമാണ്. ഇപ്പോൾ ഒരു ദിവസത്തിനാണ് പോകുന്നത്. ഇന്നൊരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. പിന്നെ ജോബിന് ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഞാൻ ലൈക്ക് തൃശ്ശൂർ ഒരു സ്ഥലത്ത് ലൈക്ക് ഒരു മാസത്തോളം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴായാലും ശരി ഞാനാണ് പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതായാലും ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഭയങ്കര ദൂരെയാണ്. ലൈക്ക് ഞാനവിടെ സ്റ്റേ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേ ചെയ്യുന്ന സ്ഥലമായാലും ലൈക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നിൽക്കാനൊക്കെ. ഫുഡൊക്കെ ഞാൻ കൊണ്ടുപോയിരുന്നു. ചിലവ് ചുരുക്കേണ്ട ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ ആ സ്റ്റേ ചെയ്യണ കിട്ടിയ സ്ഥലം എനിക്ക് ലൈക്ക് ഒരു പൈസയും കൊടുക്കാതെ കിട്ടിയതാട്ടോ, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിന് എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിൽക്കാനൊക്കെ. കാരണം എൻ്റെ ചില ഡ്രസ്സൊക്കെ ലൈക്ക് ആ വാഷ്റൂമിൽ തന്നെ വീണിട്ട് അതൊക്കെ ഇട്ടിട്ട് ചില ദിവസം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ. പിന്നെ നിൽക്കുമ്പോഴായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഫ്ലിപ്പൊക്കെ ചെയ്യുന്ന ബെഡ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് സ്മെല്ലൊക്കെ ഭയങ്കര ഉണ്ടാവും. അത് ലൈക്ക് ഒരിക്കലും അവരുടെ കുറ്റമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്റ്റേ ആണ്. അപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് അത് ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞാൻ നിർത്തി. കാരണം ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ശനി ഞായർ മാത്രം പോകുന്നതുകൊണ്ട് എനിക്ക് അടുപ്പിച്ച് പോയാലാണ് പഠിക്കാൻ പറ്റുള്ളൂ തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നീട്ടി വെച്ച് കൊണ്ടിട്ട് കാര്യമില്ല തോന്നിയിട്ട് ഞാൻ നിർത്തി ചെയ്തു. പിന്നീട് എന്തെങ്കിലും അടുപ്പിച്ചെന്തെങ്കിലും പോകാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. ഇന്നിപ്പോൾ പോണത് വലിയ മലമാറിക്കുന്നുള്ളത് കൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പോവുകയാണ്. കുറെ കാലമായിട്ട് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ഒന്ന് പോയി നോക്കാം എന്താവും ബോഡിയുടെ അവസ്ഥ എന്നുള്ളത്. പഴയ പോലെ വല്ല കാര്യം ഉണ്ടോ, തടിയായോന്നല്ല, പഴയ ഒരു എക്സ്പ്ലോസീവ് ഉണ്ടാവും തോന്നില്ല. കാരണം കുറേയിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോയി നോക്കാം. ഓക്കെ. 7 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോണ വഴിക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത്തിരി വൈകി എത്താൻ. അപ്പോൾ ഞാൻ പേടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ 7:30 തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ലൈക്ക് എല്ലാവരും IT എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെത്താൻ വൈകും പറഞ്ഞു. ബട്ട് പിന്നെ അധികാരം വരാത്തതുകൊണ്ട് പിന്നെ ഞാൻ മാത്രമായിട്ട് ലൈക്ക് ട്രെയിനിങ് തുടങ്ങി. പിന്നീട് അവരിലേക്ക് ഓരോരുത്തർ വന്നു തുടങ്ങി.
ഞാൻ പണ്ട് പഠിച്ചിരുന്നത് സെയിം ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു, പക്ഷേ അത് ഈ സ്ഥലത്തല്ലായിരുന്നു, എറണാകുളത്ത് തന്നെ ലൈക്ക് വെണ്ണല ഏതോ ഭാഗത്തിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇത്തിരി മാറ്റിയിട്ട് വേറെ ഒരു വീടിൻ്റെ മേലെയാണ് ഇപ്പോഴത്തെ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ അങ്ങനെ വാമപ്പ് തുടങ്ങിയ ഒരു 20 ജമ്പിങ് ജാക്സ് ചെയ്തു, 20 ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്തു, പിന്നെ 20 ഹൈ നീസ് ചെയ്തു. ഈ ഹൈ നീസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് കിട്ടാൻ നല്ലൊരു എക്സസൈസ് ആയിട്ട് എനിക്ക് തോന്നി. അത് ചെയ്തതിനു ശേഷം പിന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തു. പിന്നെ ആശാനെ ഞാൻ ബീച്ച് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് പറയായിരുന്നു. ഞാൻ ടെക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കുറവായതുകൊണ്ടാണ്, റൊട്ടേഷൻ കുറവാണ്, അതുകൊണ്ടാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കാത്തത്. പിന്നെ ശേഷം ജോയിൻ്റ് എക്സസൈസ് ചെയ്യാനായിരുന്നു. പാരൽ സ്കോട്ട് ചെയ്തു, പിന്നെ ജോയിൻറ്റുകൾ ഓരോന്നും ഇങ്ങനെ കറക്കിയിട്ട് ജോയിൻ്റൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ നോക്കി. പിസ്റ്റൽ സ്കോട്ടാണ് കേട്ടോ. പിസ്റ്റൽ സ്കോട്ടിൽ ഇടത്തേക്കാൾ ചെയ്തപ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിലൊന്ന് കൊളത്തി. ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നു, പിന്നെ ഇപ്പോൾ തടി വെച്ചോണ്ടാണ് അറിയില്ല, എൻ്റെ കാലിങ്ങനെ കൊളത്തേണ്ടത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിനും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ലൈക്ക് ഇങ്ങനെ അപ്പർ ബോഡിയിലോട്ടുള്ള ഓരോ ജോയിൻറ്റുകൾ ഇങ്ങനെ ലൈക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ എൻ്റെ വാമപ്പ് പോലെയുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. ഹിപ്പ് റൊട്ടേഷൻ ചെയ്തു, എല്ലാം 3 ടൈംസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈക്ക് സൈഡ് ബെൻഡ് ചെയ്തു 2 സൈഡിലോട്ടും, പിന്നെ സൈഡ് റൊട്ടേഷൻ ചെയ്തു 2 സൈഡിലോട്ടും, ബാക്ക് ബെൻഡ്, ഫ്രണ്ട് ബെൻഡ്. ലൈക്ക് അതൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്ട്രെച്ചിങ് ഫീലിംഗ് ഉണ്ട്, ലൈക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാതും ഒരു 10 ടൈംസ് ചെയ്തു. പിന്നെ ലൈക്ക് ആം റൊട്ടേഷൻ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്തു, ലൈക്ക് ഹാമർ സ്ട്രിങ് അതിനെന്തോ പറയുമല്ലോ, പിന്നെ ലൈക്ക് കയ്യാമർത്തി വെച്ച് എന്താ പേര് പറയാറില്ല. പിന്നെ എൽബോ റൊട്ടേഷൻ 2 സൈഡ് ചെയ്തു, ഷോൾഡർ റൊട്ടേഷൻ 2 സൈഡ് ചെയ്തു. ലൈക്ക് ഇത് ചെയ്യുമ്പോൾ നല്ലൊരു വാമപ്പ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കൂടുതൽ കിട്ടാൻ ഒന്നുകൂടെ സഹായിക്കും ഇത്. എനിക്കിപ്പോൾ ടീച്ചിങ്ങിൽ നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കഴുത്തുവേദന ഓൾറെഡി നല്ലുള്ളതുകൊണ്ട് സൈഡ് റൊട്ടേഷനൊക്കെ നെക്കൗണ്ട് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തു. വീണ്ടും ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റിയുടെ വാമപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈക്ക് ഓരോ എക്സസൈസ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ട്രെയിനിങ് മെയിനായിട്ട് ഇഷ്ടമാവാനുള്ള ഏറ്റവും മെയിൻ പാർട്ടിലോട്ടാണ് ഈ അനിമൽ മൂവ്മെൻറ്റ് പറഞ്ഞാൽ. ഇത് സാധാ ലൈക്ക് ജിമ്മിൽ നിന്ന് വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ വരെ ഇത് ചെയ്യാൻ ലൈക്ക് ബുദ്ധിമുട്ടിനെ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ ജിമ്മിലൊക്കെ ഭയങ്കരമായിട്ട് ഫേസുള്ള ആൾക്കാർ വന്നിട്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഈ പാർട്ടുകൾ ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ. കാരണം ഇത് ജസ്റ്റ് സ്ട്രെങ്ത്ത് മാത്രമല്ല, ഫ്ലെക്സിബിലിറ്റിയും ഫങ്ഷണൽ ബോഡിയും കൂടിയും ആവും നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഓരോ ലൈക്ക് അനിമൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ. അതിനെക്കുറിച്ച് അറിയണവർക്ക് അറിയേണ്ടതായിരിക്കും ലൈക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഓരോ അനിമൽ മൂവ്മെൻറ്റും ലൈക്ക് ആ ക്ലിയർ അനിമൽ നടക്കണ പോലത്തെ ഉള്ള മൂവ്മെൻ്റ് ആയിട്ട് തന്നെ അതാത് അനിമലിൻ്റെ പേര് വെച്ചിട്ടാണ് പറയാറ്. ഇതിനെന്തോ ക്രൊക്കോഡൈൽ അങ്ങനെ എന്തോട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈക്ക് 2 കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ലൈക്ക് ജമ്പ് ചെയ്ത് പോകണം പുഷപ്പ് പൊസിഷൻ, ലൈക്ക് ലോ പുഷപ്പ് പൊസിഷനിൽ നിന്ന്. തുടക്കത്തിലൊക്കെ ഇത്തിരി ആവേശം ഉണ്ടായി, പക്ഷെ അവസാനമാകുമ്പോൾ ലൈക്ക് എന്താ പറയുക, ഉള്ളിൽ നിന്ന് ആത്മാവ് വരെ പുറത്തെത്തി എന്നുള്ള പോലെ. പിന്നെ അവസാനം മുക്കി എനിക്കാണെങ്കിൽ ലൈക്ക് ഒരു ഇത്തിരി കൂടി ഉള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയും തീർത്തില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ലൈക്ക് നീ ഇത്ര ഉള്ളോടാന്ന് തോന്നും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി മുക്കിയിട്ട് തള്ളി നീക്കണ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്, കഴിഞ്ഞ ഭാഗം. അപ്പോൾ അതിൻ്റെ റിലാക്സേഷനിലിരിക്കുകയാണ്. അതിനുശേഷം ചെയ്ത അനിമൽ മൂവ്മെൻറ്റിൻ്റെ പേര് ഇതെന്തോ ആയിരുന്നു, കോങ് എന്നായിരുന്നോ. ഫോറാം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് മൂവ്മെൻ്റ് ആണ്. ഈ കാണുന്നത് ഡക്ക് വാക്ക് എന്നാണ് പറയുക. ലൈക്ക് ഇത് നമ്മുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ലൈക്ക് സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈക്ക് നല്ല വിയർത്ത്. പിന്നെ അതിനുശേഷം വീണ്ടും ഹൈ നീസ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. കാരണം ബാക്ക് ഫ്ലിപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ലൈക്ക് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ ഫ്രണ്ട് ടച്ച് ആയാലും. കാരണം നമുക്കൊരു എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത് വേണമല്ലോ ബാക്ക് ഫ്ലിപ്പിന്. അപ്പോൾ ആ ഒരു എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത് കിട്ടാനുള്ള ഓരോ ലൈക്ക് വർക്കൗട്ടുകളാണ് അല്ലെങ്കിൽ ഡ്രില്ലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ളൊരു കീപ്പപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ കുറേ കാലം കീപ്പപ്പ് ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നോക്കാനൊരു ശ്രമം. ബട്ടിലേക്ക് ഒരു 3ാമത്തെ 4ാമത്തേലാണ് റെഡി ആയത്. ആദ്യമൊന്നും കിട്ടിയിരുന്നില്ല, പണ്ടൊക്കെ ടപ്പേ പറഞ്ഞ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ കിടന്ന് മുക്കണ്. അതിനുശേഷം ലൈക്ക് ഈ സ്പ്രിങ്കിളിൽ തന്നെ സെയിം ഹൈ നീസ് ചെയ്തു, ലൈക്ക് പിന്നെ സ്ട്രൈറ്റ് ജമ്പും ചെയ്തു. ലൈക്ക് അന്ന് ബാക്ക് ഫ്ലിപ്പ് അറ്റംപ്റ്റ് ചെയ്തില്ല ലൈക്ക് ഇത് ഞാൻ പോയ ദിവസം, കാരണം എനിക്കും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ആദ്യം ഡ്രില്ലൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാമെന്നാണ് ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ലൈക്ക് സ്ട്രെച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, അല്ലാതെ ബാക്ക് ഫ്ലിപ്പ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയില്ല. അതിന് ശേഷം ആയാലും ലൈക്ക് അവിടെ ബാക്കിയുള്ളവർ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ് ഒക്കെ ചെയ്യണ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പണ്ട് ഇതൊക്കെ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ് ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നു പണ്ട് ഞാൻ ഇവിടുത്തെ ട്രെയിനിങ്ങിന് വന്നപ്പോൾ. പക്ഷേ എനിക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം, എനിക്കപ്പോൾ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് തോന്നുന്നു ഒരുകൊണ്ട് 6-7 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് 8ാമത്തേൽ എന്തോറ്റാണ് ലൈക്ക് റെഡി ആയത്. അതിൻ്റെ ഇടയിൽ നിർത്തിയാലോ എന്ന് തോന്നി. കാരണം എനിക്ക് എന്നെ തന്നെ വിശ്വാസമാവില്ലേ ഇനി പറ്റും. ബട്ട് എന്നാലും ഞാൻ തന്നെ പറയാണ് ചിലപ്പോൾ ഒന്നുകൂടി ചെയ്താൽ റെഡി ആയാലോ എന്നുള്ള രീതിയിൽ വീണ്ടും ചെയ്ത് ലൈക്ക് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ആശാൻ പറഞ്ഞു ലൈക്ക് ഇപ്പോൾ ഐ പോയിൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാല് സ്ട്രൈറ്റ് ആക്കിയിട്ട് കാലിൻ്റെ സ്പീഡ് കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ ഒന്ന് നോക്കിയിട്ട് മാക്സിമം ഒന്ന് ട്രൈ ചെയ്തിട്ട് അവസാനമായിട്ടൊന്നുകൂടി നോക്കാമെന്നുള്ള രീതിയിൽ
ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ നോക്കി. ഇങ്ങനെ ചെയ്യാൻ പോകണതാണ് ഇനി കാണാൻ പോണത്. അങ്ങനെ ഫുൾ ലൈക്ക് എനർജി എടുത്തിട്ട് നിന്നെ കൊണ്ട് പറ്റും 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 എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞിട്ട് ആ ചെയ്യണതാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു നമ്മൾ ഇങ്ങനെ ചെയ്യാതെ അവസാനം കിട്ടി. എനിക്ക് എന്നെ തന്നെ പുറത്ത് കൊട്ടണ ഒരു ഫീല് കിട്ടി. ആ ഒരു ആവശ്യത്തിൽ രണ്ടാമത് ചെയ്തത് പാളിപ്പോയി. കാരണം കിട്ടിയില്ല എന്നെ കോൺഫിഡൻസിലൊക്കെ എന്നെ ചെയ്തത്, ശ്രദ്ധിച്ച് തന്നെ ചെയ്തത്, ബട്ട് കിട്ടിയില്ല. എന്നാലും ഒന്നുകൂടി ചെയ്ത് നോക്കി, അതും പിന്നെ അങ്ങോട്ട് കാര്യമില്ല. പിന്നെ എന്തായാലും ഉള്ളത് കിട്ടിയത് ഒരെണ്ണം കിട്ടിയല്ലോ, അത് വെച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് പിന്നീട് വാം ഡൗണിൻ്റെ സമയമായി. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ആപ്സിൻ്റെ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. സത്യം പറയാലോ എൻ്റെ കിളിയോ, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഹൈനീസും ഫ്രണ്ട് ടച്ച് ചെയ്തിട്ട് കോറിന് കുറച്ച് എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ആപ്സിൻ്റെ കൂടി വർക്കൗട്ട് ചെയ്തപ്പോൾ എന്താ പറയുക, വയറിൻ്റെ അവിടെ മറ്റേ ഗ്ലൂ വെച്ച് ഒട്ടിച്ച പോലെ നിവരാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ. എത്ര വേനയായാലും അതാണ് ഞാൻ വർക്കൗട്ടിൽ കണ്ട ഒരു മാജിക്ക്. നമുക്ക് പെയിനാണ് തരാം, ബട്ട് ആ പെയിനിന് നമുക്ക് ലവ് ചെയ്യാൻ പറ്റും. ആ വർക്കൗട്ടിനോട് ഒരു ഹരമുണ്ട്, അല്ലെങ്കിൽ അതിന് റിലേറ്റ് നമുക്ക് വല്ലത് അച്ചീവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര മടുപ്പായിരുന്നു. കാരണം നമുക്ക് ഇതൊരു റിസൾട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നവരെ ഭയങ്കര മടുപ്പ് തന്നെയായിരിക്കും. ബട്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് അഭിമാനിച്ച് അല്ലെങ്കിൽ പൊക്കി പറയും നമ്മുടെ ഉള്ളിൽ. അതിനുശേഷം നമ്മൾ ഒറ്റക്കായാലും ചെയ്യും. ഇപ്പോൾ ഞാൻ വീട്ടിൽ കലിസ്റ്റനിക്സിൽ ഒന്ന് ട്രെയിൻ ചെയ്തത് ഒറ്റക്കായാലും എനിക്ക് വർക്കൗട്ട് ഇഷ്ടമായതായാലും ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് കിട്ടിയൊരു ഹരത്തിൽ നിന്നാണ്. ആ ലഹരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ചെയ്തില്ലെങ്കിലായിരിക്കും ഒരടങ്ങാറ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ വാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര നേരം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഓരോ പോർഷൻസ് അല്ല, ബോഡി മൊത്തമായിട്ട് എല്ലാ ജോയിൻസുകളും സ്ട്രെച്ച് ചെയ്യാണ് വാം ഡൗണിൻ്റെ ഭാഗമായിട്ട്. ഫ്ലെക്സിബിലിറ്റിയും ഒരു ഹ്യൂമൻ ബോഡിക്ക് അത്യാവശ്യമാണ്. ലോട്ട് ഓഫ് സ്ട്രെങ്ത് മാത്രം പോരാ, ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി മാത്രം പോരാ, ലോട്ട് ഓഫ് ഫങ്ഷനാലിറ്റി മാത്രം പോരാ. എല്ലാം ഒരു ബാലൻസ് റേഷ്യോയിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി ഒരു എഫക്റ്റീവ് ഹ്യൂമൻ ബോഡി ആവുക. അപ്പോൾ എല്ലാ സ്ട്രെച്ചസും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഒരു ക്ലാസ് ഉണ്ടാവാറ്. ഞാൻ ഫ്ലിപ്പിന് പോണ ക്ലാസ്സൊക്കെ ഞാൻ മെയിനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എപ്പോഴും എറണാകുളത്ത് വരുന്ന ക്ലാസ്സിനാണ്. ബട്ട് എറണാകുളം എനിക്ക് ദൂരമായതുകൊണ്ടും എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ടും വരുന്ന സമയത്ത് പോകാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ കുറേ കാലത്തേക്കാണ് ഇന്നൊരു വട്ടം പറ്റിയത്, എന്നാൽ പറ്റാമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എറണാകുളത്ത് ഞാൻ ഭാവിയിൽ സെറ്റിൽ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഈ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ നാടിൻ്റെ അടുത്ത് നല്ലതില്ല ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ട്രെയിനിങ് സെൻ്ററൊക്കെ. അപ്പോൾ കുറേ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ശേഷം ഞാനൊന്ന് ബോഡി ഫ്ലെക്സ് ചെയ്ത് നോക്കി എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നല്ല വയർത്തിട്ടുണ്ടായിരുന്നു, നല്ല ഒരു പിടുത്തുണ്ടായിരുന്നു ശരീരത്തിൽ മൊത്തം. അപ്പോൾ ഒന്ന് ഫ്ലെക്സ് ചെയ്ത് നോക്കി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായി. അവിടുത്തെ ലൈറ്റിങ്ങും കൊള്ളായിരുന്നു. അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ബോഡിയൊക്കെ പമ്പായിട്ടിരിക്കുകയായിരുന്നു. ബാക്ക് കണ്ട് ഞാൻ എന്നെ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഫ്രണ്ടിൽ ബാക്കുള്ള പോലെ ബാക്കിൽ ബാക്ക് ഉണ്ടായിരുന്നു.